ഹായ്, ഞങ്ങളിന്ന് നമ്മുടെ നമ്മുടെ ഡേ നമ്മൾ ഇസ്താംബുളിൽ നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ ആരംഭിക്കുകയാണ് ഇവിടെ. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇന്നലെ രാത്രി നമ്മൾ നമ്മുടെ ക്രൂസ് കഴിഞ്ഞിട്ട് വന്നിട്ട് 12 മണിയായി കിടക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ എണീറ്റു, പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം അതിൻ്റെ ഒന്നും ഓവർ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം എല്ലാത്തിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവോയ്ഡ് ചെയ്യാണ് അതൊക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് ബ്ലൂ മോസ്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ബ്ലൂ മോസ്ക്, ഹാഗിയ സോഫിയ, പിന്നെ അതുപോലെ തന്നെ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, അത് കവർ ചെയ്യണം. അപ്പോൾ ഇത് മൂന്നും മെയിനായിട്ട് നമ്മൾ കവർ ചെയ്യാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മുടെ അടുത്ത് തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്പോർട്ടേഷൻ ഈസ് കൈൻഡ് ഓഫ് ഈസിയാണ് ഇവിടെ. കാരണം നമുക്ക് ഈ മെട്രോ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് ആ കാർഡും എടുത്തിട്ട് നമുക്ക് ഈസിയാണ്. ആദ്യം നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടുന്ന് കുറച്ച് നടക്കാനായിട്ടൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമ്മൾ ട്രാം സ്റ്റേഷനിൽ പോയിട്ട് ട്രാം എടുത്തിട്ട് നമുക്ക് ബ്ലൂ മോസ്കിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ബ്ലൂ മോസ്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1609 സുൽത്താൻ അഹമ്മദ് ഷായുടെ നേതൃത്വത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇതിനകത്ത് ബ്ലൂ ഇസ്നിക് ടൈലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിന് ബ്ലൂ മോസ്ക് എന്ന് പേര് വന്നിരിക്കുന്നത് കേട്ടോ. തലയിൽ തുണിയിടണം. ഓക്കെ. തലയിൽ ഇവിടെ തുണിയിടണം. ഒരു മോസ്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ തലയിൽ തുണിയിട്ടിട്ട് വേണം പോകാനായിട്ട്. ആൻഡ് ഓൾസോ നമുക്കിവിടെ ഷോർട്ട്സും പറ്റത്തില്ല ബോയ്സിന്, ഗേൾസിന്. ഇവിടുന്ന് തന്നെ തരും കേട്ടോ, ഈ ഒരു സംഭവം ഇവിടുന്ന് തന്നെ തരും. ഇവിടുത്തെ ആർക്കിടെക്ചർ വന്നിട്ട് ഓട്ടോമാൻ ആൻഡ് ഇസ്ലാമിക് സ്റ്റൈലാണ് കേട്ടോ. ഭയങ്കര കിടിലനാണ്. ഇവിടെ 8 ഡോംസ് എങ്ങാണ്ട് ഉണ്ട്, 8 മിനാർസ് ഉണ്ട്, ആൻഡ് മെയിൻ 1 സെൻട്രൽ മിനാറും ഉണ്ട് ഇവിടെ. ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അടുത്ത ഇനി നമ്മൾ ബ്ലൂ മോസ്കിൽ നമ്മൾ ഗ്രാൻഡ് ബസാറിലേക്ക് പോവാണ്. അടുത്ത സ്റ്റോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ട്രാം എടുത്തിട്ട് അവിടേക്ക് പോവാണ്, ഗ്രാൻഡ് ബസാറിൽ പോവാണ്. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എന്തായാലും വെയിലാണ്. അപ്പം ഗ്രാൻഡ് ബസാർ ക്ലോസ്ഡ് മാർക്കറ്റ് ആയതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അങ്ങോട്ട് പോവാണ് കേട്ടോ. കുറേ സാധനങ്ങളൊക്കെ നോക്കണം എന്നുണ്ട്, ചീപ്പായിട്ട് കിട്ടുമോ നോക്കണം, എന്തൊക്കെ കിട്ടും നോക്കണം. കുറേ സോവനിയേഴ്സും അല്ലാതെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളത്. പിന്നെ ടർക്കിഷ് ലാമ്പ് വാങ്ങിക്കണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ബസാറിലേക്ക് നമുക്ക് പോവാം. ഈ ഗ്രാൻഡ് ബസാർ ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ളൊരു മാർക്കറ്റാണ് കേട്ടോ. 1461 ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പം തന്നെ അറിയാമല്ലോ എത്രത്തോളം പഴക്കമുണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിനകത്തും ഇതുപോലെ തന്നെ ഓരോ കൊത്തുപണികളും അല്ലെങ്കിൽ അങ്ങനെ ആർച്ചൊക്കെ കൊടുത്തിട്ട് ഒരു ബാസാറിനെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എന്താ വെച്ചാൽ മേക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ പല കൈൻഡ് ഓഫ് ടീ കിട്ടും കേട്ടോ. റിലാക്സ് ടീ, റോസ് ടീ, അതുപോലെ തന്നെ പൊമഗ്രാനൈറ്റ് ടീ, ആപ്പിൾ ടീ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ആപ്പിൾ ടീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ടർക്കിഷ് സ്വീറ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ കടകളിൽ നിന്ന്. നമ്മളിതാ ഇവിടെ കുറച്ച് സ്പൈസസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒരു ആപ്പിൾ ടീയും പൊമഗ്രാനൈറ്റ് ടീയും ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കിതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിക്കാൻ കൊള്ളാമെന്നുണ്ട്. നമ്മൾ ഇതൊക്കെ നോക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ കഷ്ടമല്ലേ. വീഡിയോ എടുക്കുന്നുണ്ട്, നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് നൈസായിട്ട് പോകുന്നത് മോശമായതുകൊണ്ട് നമ്മൾ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. Crystal menthol. Sometimes if you have flu, cold, grippe, for sinuses, you can do therapy with this. That's amazing stuff, bro. 4000-ഓളം കടകളുണ്ട് ഈ ഒരു ഗ്രാൻഡ് ബസാറിൽ. എല്ലാം ഒന്നും കയറി ഇറങ്ങാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊക്കെ ഞങ്ങൾ കവർ ചെയ്തു. പിന്നെ കോസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്ര വലിയ അഫോർഡബിൾ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല ഇവിടുത്തെ സാധനങ്ങൾ. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് ഏറ്റവും കുറച്ച് ചീപ്പായിട്ട് തോന്നിയത് നമ്മുടെ ഗലാട്ട ടവറിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഷോപ്സും അതുപോലെ തന്നെ കപ്പഡോക്കയിലും ഷോപ്പിംഗ് പറ്റിയതാണ് കേട്ടോ. കപ്പഡോക്കയിൽ ഇത്രയും പ്രൈസ് നമ്മൾ കണ്ടില്ല. ഗ്രാൻഡ് ബസാർ ഒത്തിരി ടൂറിസ്റ്റ് വരുന്നിടം ആയതുകൊണ്ട് തന്നെ പ്രൈസൊക്കെ അത്ര കുറച്ച് കൂട്ടിയാണ്. നമ്മൾ ബാർഗെയിൻ ചെയ്ത് തന്നെ വാങ്ങിക്കണം. ഞങ്ങൾ ഇവിടുന്ന് ലാമ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്തിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ബാർഗെയിനിങ് നമ്മൾ മനസ്സിൽ വെച്ചോണം കേട്ടോ ഗ്രാൻഡ് ബസാറിലെ ഷോപ്പിംഗ് ഒക്കെ നടത്തുമ്പോൾ.
എത്ര ലക്ഷം ആൾക്കാരാണല്ലേ, ഒത്തിരി തിരക്കായിരുന്നു ഈ ഒരു ഗ്രാൻഡ് ബസാറിൽ. അതുകൊണ്ട് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടിട്ടൊക്കെ തിരക്ക് പിടിച്ചെടുത്ത് പോകാൻ ഇഷ്ടമില്ലാത്തവർക്കൊന്നും ഗ്രാൻഡ് ബസാർ ഞാൻ ഓപ്റ്റ് ചെയ്യില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്രാൻഡ് ബസാറിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. ഇനി നമ്മളൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് കേട്ടോ. സോ നമ്മളങ്ങനെ നമ്മുടെ ഹാഗിയ സോഫിയയും പിന്നെ ബ്ലൂ മോസ്കും ഒക്കെ കണ്ടിട്ട് ഈ 2 മോസ്കും കൂടെ ഒന്നിച്ച് കിട്ടുന്ന വ്യൂ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് 7 ഹിൽസ് റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ. ഭയങ്കര കിടിലൻ വ്യൂ ആണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. റൂഫ് ടോപ്പിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുഡും ആസ്വദിക്കാം, വ്യൂവും ആസ്വദിക്കാം. ആൻഡ് മോസ്കിൻ്റെ ആണെങ്കിലും 2 മോസ്കിൻ്റെ ആണെങ്കിലും കംപ്ലീറ്റ് ഒരു ഫിഗർ നമുക്ക് ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളതൊരു മസ്റ്റ് ഡു ആക്ടിവിറ്റിയാണ്. ഇവിടെ നമുക്ക് ബ്ലൂ മോസ്കിന്റെ വ്യൂ ഉണ്ട്, അവിടെ നമുക്ക് ഹാഗിയ സോഫിയയുടെ വ്യൂ ഉണ്ട്. അപ്പം വ്യൂ ഒക്കെ നല്ല കിടലനായിരുന്നല്ലോ. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇവിടെ നമുക്ക് സീകൾ ഫീഡിങ്ങും ട്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ കുറേ സീകളിന് ഫുഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഏതെങ്കിലും ഒരു ഫുഡ് എടുത്തിട്ട് നമുക്ക് ഫോർക്കിൽ കുത്തിയിട്ട് നമുക്ക് സീകളിന് ഫീഡ് ചെയ്യാം. ഏതെങ്കിലും ഒരു സീകൾ വന്ന് പറന്നെടുത്തുകൊണ്ട് പോകുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ടീ ഒക്കെ കുടിച്ചു. ഒത്തിരി ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അവിടുന്ന് കുറച്ച് ഫുഡ് നമുക്ക് ആ ഒരു വ്യൂ എൻജോയ് ചെയ്യാനും സീകൾ ഫീഡിങ് ട്രൈ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നൊരു ടീ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു സന്ധ്യ സമയത്തെ ഈ ഒരു സുൽത്താൻ അഹമ്മദ് സ്ക്വയറിൻ്റെ വ്യൂ നല്ല കിടിലനാണ്, നല്ല കാം ക്ലൈമറ്റ് ആണ് കേട്ടോ. അപ്പം ടർക്കിയിൽ ഞാൻ പറയുന്നത് കൂടുതലും നമ്മൾ സമ്മർ ടൈമിലാണ് പോകുന്നതെങ്കിൽ ഈവനിങ് ടൈം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും, ടർക്കി വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നല്ല ലൈറ്റൊക്കെ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തണുപ്പൊന്നും കാണത്തില്ല, പക്ഷെ നല്ലൊരു വാം ക്ലൈമറ്റ് ആയിരിക്കും. നമുക്ക് ഉച്ചയ്ക്കും രാവിലെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലും ഭയങ്കര ചൂടും ഒക്കെ ആയിരിക്കും. അപ്പം ഈ ഒരു സന്ധ്യ സമയത്തെ ഈ ഒരു ടർക്കി നല്ല കിടിലനാണ് കേട്ടോ. അപ്പം നമ്മൾ സുൽത്താൻ അഹമ്മദ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ടർക്കിയിലെ ഇസ്താംബുളിലെ 2 ലാൻഡ്മാർക്ക് ഒരുമിച്ച് കവർ ചെയ്യാനായിട്ട് പറ്റും. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ബ്ലൂ മോസ്കും, പിന്നെ എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് ഹാഗിയ സോഫിയയാണ്. അപ്പോൾ ഈ ഹാഗിയ സോഫിയെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഹാഗിയ സോഫിയ അല്ലെങ്കിൽ ആയ സോഫിയ എന്നാണ് ഇവിടെ ബേസിക്കലി പറയുന്നത്. ഇതൊരു ഈ പറഞ്ഞ പോലെ നമ്മുടെ ബ്ലൂ മോസ്ക് പോലെ തന്നെ ഒരു പുരാതനമായിട്ടുള്ളൊരു ചേർച്ചാണ്. ഇതും ഭയങ്കര ആർക്കിടെക്ചർ ബ്യൂട്ടി ഒക്കെ ഉള്ള ഒരു ചേർച്ചാണ് ഈ ഒരു ആയ സോഫിയ. അപ്പോൾ ഇതിന് നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ 25 യൂറോ പെർ പേഴ്സൺ കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു, ഈവനിങ് ടൈമിൽ വന്ന് ഇവിടെ വിസിറ്റ് ചെയ്ത് ഈ പുറമേ ഉള്ള ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ കുറേ ഇങ്ങനെ ഫുഡിൻ്റെ സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. നല്ല രസമാണ്, ഒരു നല്ലൊരു ഈവനിങ് വൈബാണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ നമുക്കൊരു വൈബ് കിട്ടുമല്ലോ, ആ ഒരു വൈബൊക്കെ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ട്രാം പോകുന്നുണ്ടല്ലേ. അപ്പം ഇവിടെ തൊട്ടടുക്കലാണ് സ്റ്റേഷൻ. അപ്പം നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിനിയിപ്പം നമ്മൾ ചിലപ്പം ബ്ലൂ മോസ്ക് കൂടെ വിസിറ്റ് ചെയ്യും ഒന്നുകൂടെ, എന്നിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് സീനറികളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ ആ ഒരു ബ്ലൂ മോസ്ക് നമ്മളിങ്ങനെ പോയപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ഈവനിങ് ടൈമിൽ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അവിടെ ഒന്ന് കയറി ആ ഒരു ലൈറ്റും നല്ല ഭംഗിയില്ലേ, ഒരു തലയെടുപ്പോട് കൂടി നിൽക്കുന്ന പോലെ തോന്നുന്നില്ല. അപ്പം അവിടെ ഈ ഒരു ഈവനിങ് ടൈമിൽ വിസിറ്റ് ചെയ്താൽ നല്ല രസമാണ് കേട്ടോ. അതുപോലെ നല്ല പിക്സൊക്കെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ടൈം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഈ ഒരു ബ്ലൂ മോസ്കും ആയ സോഫിയും എല്ലാം. അപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത നമ്മുടെ ടക്സിം സ്ക്വയറിലേക്ക് പോവാണ് കേട്ടോ. ഇസ്താംബുളിലെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ടക്സിം സ്ക്വയറിലാണ് കേട്ടോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാഫിസ് മുസ്തഫയുടെ കടയുടെ ഫ്രണ്ടിലാണ്. അതായത് നമ്മുടെ ടർക്കിഷ് ഡിലൈറ്റ്സിനും അതുപോലെ തന്നെ നമ്മുടെ ബക്ലാവയ്ക്കും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഹാഫിസ് മുസ്തഫയുടെ
ഈ ഒരു ഷോപ്പ് വന്നിട്ട് നോക്കി തന്നെ മനസ്സിലാവും 1864 സ്റ്റാർട്ട് ചെയ്തൊരു സംഭവമാണിത്. ഞങ്ങൾ ചിലപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കും, ചിലപ്പോൾ വാങ്ങിക്കത്തില്ല. കുറേ ഉണ്ടായിരുന്നു. ടക്സിം സ്ക്വയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടർക്കിയിലെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഭവങ്ങളുടെ കേന്ദ്രമാണ്. ഇവിടെ വെച്ചിട്ട് ഒരുപാട് റാലികളും അതുപോലെ തന്നെ റിപ്പബ്ലിക് പരേഡുകളും ഒക്കെ ഇവിടെ നടത്താറുണ്ട്. പിന്നെ 2013 എന്തോ വലിയൊരു സമരമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ടക്സിം സ്ക്വയറിലാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇവിടെ കുറേ ഒരുപാട് ഷോപ്സ് ഉണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ആൾക്കാരാണല്ലേ ഇതുവഴി ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി ഷോപ്സ് ഉണ്ട്. ഞങ്ങളിവിടെ കുറച്ച് ബ്രാൻഡഡ് ഷോപ്സിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം UK-നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രൈസൊക്കെ അവിടെ കുറവാണ്. പിന്നെ നമ്മുടേതാ ഈ ഒരു റെഡ് ബസ് ഇവിടെ ഒരു ടക്സിം സ്ക്വയറിലാണ് ഉള്ളത്. നമുക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചെറിയൊരു റെഡ് ബസ്സിൽ നമ്മളെ ഇങ്ങനെ കയറ്റി ഈ ഒരു ടക്സിം സ്ക്വയർ മൊത്തം നമ്മളെ കറക്കിയിട്ട് തിരിച്ചു കൊണ്ടുവരും. അതാണ് പരിപാടി. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇസ്താംബുളിൽ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഇസ്താംബുളിൽ സമ്മർ സമയത്താണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും നല്ല വൈബുള്ള സമയം. അതുപോലെ തന്നെ വെയിലൊന്നും ഇല്ലാതെ നല്ല കിടിലൻ പിക്സൊക്കെ എടുത്ത് നല്ല ലൈറ്റും എല്ലാം കണ്ട ആ ഒരു സിറ്റി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഞാൻ ഈ പറയുന്നത് സമ്മർ സമയത്താണ്. വിൻ്ററിലെ കാര്യം എനിക്ക് തോന്നുന്നു വിൻ്ററിൽ ഓൾമോസ്റ്റ് വെയിലൊക്കെ കുറവായിരിക്കും. പക്ഷേ സമ്മറിലാണെങ്കിൽ ഈവനിങ് ടൈം ആയിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു ടർക്കി എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. നല്ല സുഖമായിട്ട് നല്ല ടയേർഡാണ്. അപ്പോൾ ഇനി ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ അടുത്തൊരു വ്ലോഗായിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടാറ്റ ആൻഡ് ബൈ.